ധ്രുവ, നമ്മൾ ഇന്ന് എവിടെ ധ്രുവ പോകുന്നത്? നമ്മൾ എവിടെ ഔട്ടിങ്ങിന് പോകുന്നത്? ധ്രുവൻ എവിടെ പോകണം? സൺഡേ നമ്മൾ ധ്രുവനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവല്ലോ എല്ലാ സൺഡേയിലും. ഇന്നിപ്പോ നമ്മൾ എവിടാ പോകുന്നതെന്ന് ധ്രുവന് പറയാൻ പറ്റുമോ? എങ്കിൽ അമ്മ പറയാ, അവിടെ പോയ ബസ്സുണ്ട്, അതും പഴയ ബസ്സാണുള്ളത്. പഴയ ട്രെയിൻ ഉണ്ട്. അയ്യോ, ട്രെയിൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. പഴയ ട്രെയിനില്ലേ, ധ്രുവന്റെ ഒരു കളിപ്പാട്ടൻ ട്രെയിൻ ഇല്ലേ, പച്ച കളറിലെ, റെഡ് അല്ലേ, ഗ്രീന്. ആദ്യം അച്ഛൻ തരൂലായിരുന്നല്ലോ ധ്രുവ, അച്ഛൻ ഷോക്കേസിൽ വെച്ചേക്കുമായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ ടിക്ക് സൗണ്ട് കേൾക്കും, അപ്പൊ അത് ഓടി തുടങ്ങും. ഒരു പച്ച കളറിൽ അങ്ങനത്തെ പഴയ ട്രെയിൻ ഉണ്ട് അവിടെ. പഴയ ട്രെയിൻ ഉണ്ട്, പഴയ ബസ് ഉണ്ട്, പഴയ വിന്റേജ് കാർ ഉണ്ട്, പിന്നെ ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞ്. ബോട്ടുണ്ട്, ഷിപ്പും ഉണ്ട്. കേറി പോണ്ടേ അതിലൊക്കെ? നമുക്ക് ഷിപ്പിൽ കേറിയിട്ടില്ല, ഇന്ന് കേറാം. ഇന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് സ്റ്റിയറിംഗ് പോലത്തെ സാധനമൊക്കെ ഉണ്ട് ധ്രുവ, ഷിപ്പ് തിരിക്കാനുള്ളതും. ധ്രുവൻ അതിലൊക്കെ കേറി കളിക്കാം. അതിനകത്ത് ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ, ഫിഷിനെ നോക്കും, ഷാർക്കൊക്കെ കാണും. ഷാർക്കിന്റെ ഷിപ്പ്. ഷാർക്കിനെ കണ്ടു കഴിഞ്ഞാൽ ധ്രുവ എന്ത് പറയും? അപ്പൊ നമുക്ക് പോകാം. എവിടാണ് പോകുന്നത്? റിവർ മ്യൂസിയം, ഗ്ലാസ്ഗോ. ഗൈസ്, നമ്മൾ അങ്ങനെ പോവാണ്. ധ്രുവനെ റെഡിയാക്കി നമ്മളിനി അങ്ങനെ നമ്മൾ റിവർ മ്യൂസിയം ഗ്ലാസ്ഗോയിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. ധ്രുവനാകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ വണ്ടികളൊക്കെ കാണുന്നത്. ട്രെയിനാണോ ബസ്സാണോ ഇപ്പൊ എനിക്കൊരു ട്രാം പോലെ എന്തോ ആണല്ലോ. അതൊക്കെ ലോക്കാണ്. സൈഡിലോട്ട് ഫേസ് ടു ഫേസ്. ഇത് പഴയ കാലത്തെ ട്രെയിനാന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ടല്ലേ. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താണ്, ഏത് വർഷത്തിലുള്ളതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് അധികം പരിചയമില്ല. പിന്നെ പണ്ട് കാലത്തുള്ളതാണ്, അതും ഇവിടെ ഇംഗ്ലണ്ട് ഇവിടേക്ക് ഉള്ളതായതുകൊണ്ട് നമുക്കറിയില്ല. അപ്പം ഭയങ്കര രസമാണ് പക്ഷെ എല്ലാം കാണാൻ. ഒരു കുതിരയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഇത് പഴയ കാലത്തെ സൈക്കിളുകളാണ്, പല മോഡലിലുള്ള സൈക്കിളുകളാണ്. അങ്ങനെ നമ്മൾ കണ്ട് ഗ്ലാസ്ഗോ കോർപ്പറേഷൻ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു വണ്ടിയാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ധ്രുവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ വിൻറ്റേജ് കാർ എന്ന് പറയുന്നത്. കാണുന്നതൊക്കെ ഭയങ്കര രസം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വീതിക്കുള്ള കാറൊക്കെ കാണുന്നത്, അതും അടുത്ത് തൊടാനൊക്കെ പറ്റി. ഭയങ്കര രസം. ഇത് ട്രാമാന്ന് തോന്നുന്നു, അല്ല ഡബിൾ ഡെക്കർ ബസ്സാണ്. കൊള്ളാല്ലേ ഗൈസ്? ഇവിടെ നമുക്ക് ഈ എഡിൻബ്ര, ലണ്ടനിലൊക്കെ ഇപ്പോഴും ഇതുപോലത്തെ ബസ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ വിൻറ്റേജ് കാർ, ഇവിടെയുള്ള കുറേ ആൾക്കാരുടെ കയ്യിൽ ഇതുപോലത്തെ വിൻറ്റേജ് കാറുകളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ. ഇപ്പം തന്നെ അതൊരു സ്ലോപ്പിലാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ്. അതൊരു ഭയങ്കര രസമാണ്. ഇത്രയും വണ്ടിയൊക്കെ ഞാൻ ടി വിക്കകത്ത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാർ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് കാറിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതൊരു ഷിപ്പിൻ്റെ മോഡലൊക്കെയാണ്. പക്ഷെ നല്ല രസം. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അവർക്ക് ഇപ്പോഴത്തെ പുതിയ മോഡേണായിട്ടുള്ള കാര്യങ്ങളും വണ്ടികളും മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പം ഇതൊക്കെ അവർ കാണുന്നതും അവരെ കാണിച്ചു കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ എങ്ങനെ
അവരിത് മോളിൽ കയറ്റിയെന്നാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇത് സബ്വേ ട്രെയിനാണ്. നമ്മളിവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിന്. അത് ഭയങ്കര സ്പീഡാണ്. നമ്മൾ ഒരു തവണ കയറിയിട്ടുണ്ട് ഇതിൽ. നമ്മൾ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ ട്രെയിൻ വരാറാവുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര കാറ്റാണ്. ഭയങ്കര ഒരു 2-3-4 മിനിറ്റ് മുന്നേ ഭയങ്കര കാറ്റ് വരും. അങ്ങനെ ഡ്രൈവർ കയറിയിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ബസ് നീങ്ങി തുടങ്ങി. ഇത് മുമ്പോട്ടും പുറകോട്ടും മാത്രമേ പോകത്തുള്ളൂ. ഇത് മുമ്പോട്ടും പുറകോട്ടും മാത്രമേ പോകത്തുള്ളൂ ഡ്രൈവർ. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാ? റൈറ്റ് 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 റൈറ്റ്. പെർഫെക്ഷൻ. ഓ, ഇത് രക്ഷയില്ലാത്തൊരു സമയം. ഇപ്പൊ റെഡ് ലൈറ്റ് ആണ്, പോവാൻ പാടില്ല. അങ്ങനെ ധ്രുവന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ധ്രുവന് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, 2 ടോയ്സ്. കാണിച്ചേ ധ്രുവ. പിന്നെ കാറ് ഏതാണ്? ഏത് കാറ്? ഇനി നമുക്ക് പോകാം. നമ്മളങ്ങനെ തിരിച്ചിനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല വെതറൊക്കെ ആയതുകൊണ്ട് ധ്രുവ് ഇങ്ങനെ പുല്ലിലൂടെയൊക്കെ നടക്കുകയാണ്. നമ്മളിനിയും തിരിച്ച് ഇനിയും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.